എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബെഡ്റൂമിൻ്റെ സ്ഥാനവും അതൊക്കെ നിർമ്മിക്കുന്ന രീതികളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഗൃഹനിർമ്മാണത്തിൽ കാർ പോർച്ച് എവിടെയൊക്കെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ്. അത് നമ്മളെ വീടിനോട് ചേർന്നായാലും സെപ്പറേറ്റ് ആയാലും ഉത്തമ സ്ഥാനങ്ങൾ എവിടേക്കാണെന്ന് ഇന്ന് നമ്മൾ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പം നമ്മളൊരു ഗൃഹനിർമ്മാണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ മഹാദിക്കിലോട്ട് ഗ്രഹം പണിയാം. കിഴക്കേ, വടക്കേ, തെക്കേ, പടിഞ്ഞാറ് ദിക്കുകളിലേക്ക് ഗ്രഹം പണിയുമ്പോൾ നമുക്കതിന് ഉത്തമ സ്ഥാനത്ത് കാർ പോർച്ച് നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ നമ്മൾ കിഴക്ക് ദർശനമായിട്ട് വരും, പടിഞ്ഞാറ് ദർശനമായിട്ട് വരും, വടക്ക് ദർശനം, തെക്ക് ദർശനമായിട്ടൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന ഗ്രഹത്തിൽ കാർ പോർച്ചിൻ്റെ സ്ഥാനങ്ങൾ ഉത്തമമായിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ നിർമ്മിക്കാൻ പറ്റുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ കിഴക്ക് ദർശനമായിട്ട് ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ അഗ്നികോണിലാണ് നമ്മൾ അടുക്കളയുടെ 1-ാം സ്ഥാനം കണക്കാക്കുന്നത്. 2-ാം സ്ഥാനം കണക്കാക്കുന്നത് നമ്മൾ ഈശാന കോണിലാണ്, വടക്ക് കിഴക്കുള്ള ഭാഗങ്ങളിലാണ്. അപ്പോൾ നമ്മൾ കാർ പോർച്ച് നിർമ്മിക്കുമ്പോൾ ഈ ഒരു ദർശനമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിൽ നമുക്ക് അടുക്കളയുടെ സ്ഥാനം ഒഴിച്ച് നമുക്ക് കാർ പോർച്ച് നിർമ്മിക്കാം. കാരണം അടുക്കള തെക്ക് വശത്താണെങ്കിൽ നമുക്ക് വടക്ക് വശത്താണെങ്കിൽ തെക്ക് വശത്തും കാർ പോർച്ച് നമുക്ക് നിർമ്മിക്കുന്നതിന് ദോഷമില്ല. അതുപോലെ തന്നെ നമ്മൾ വടക്ക് ദർശനമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ വായു കോണെന്ന് വെച്ചാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് നിർമ്മിക്കുന്നത് ഉത്തമമായിട്ട് കണക്കാക്കാം. പിന്നെ വഴിയുടെ രീതികളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കിഴക്ക് വശത്തും കാർ പോർച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അതുപോലെ തന്നെ തെക്ക് ദർശനമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിൽ നമ്മൾ കന്നിമൂല ഭാഗം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് കാർ പോർച്ച് നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഒരു ദർശനമായിട്ട് നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് നിർമ്മിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമ്മൾ കന്നിമൂല ഭാഗം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കിഴക്ക് തെക്ക് ഭാഗത്ത് നമുക്ക് കാർ പോർച്ച് നിർമ്മിക്കാം. അതുപോലെ തന്നെ പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല ഭാഗത്ത് നമുക്ക് കാർ പോർച്ചിൻ്റെ സ്ഥാനങ്ങളില്ല. അപ്പം നമ്മുടെ യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിൻ്റെ ദർശനമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കാർ പോർച്ച് നിർമ്മിക്കുന്നത്. സെപ്പറേറ്റ് നിർമ്മിക്കുമ്പോൾ നമുക്കിത് ബാധകമല്ല. നമുക്കത് ഉത്തമ സ്ഥാനത്ത് മാറ്റി നമുക്ക് കാർ പോർച്ച് നിർമ്മിക്കാം. പക്ഷേ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അകത്തോട്ട് കട്ട് ചെയ്തും പുറത്തോട്ട് നിർമ്മിക്കുന്ന കാർ പോർച്ചുകൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഇങ്ങനെ നിർമ്മിക്കുന്ന കാർ പോർച്ചാണ് നമ്മുടെ ഗ്രഹത്തിൽ ദോഷമില്ലാതെ വരുന്നത്. അപ്പോൾ നമുക്ക് 3 മൂലയ്ക്കും കാർ പോർച്ച് നിർമ്മിക്കുന്നത് കൊണ്ട് ദോഷമില്ല. പക്ഷേ കന്നിമൂല ഭാഗത്ത് നമ്മൾ ഒരു കാരണവശാലും കാർ പോർച്ച് നിർമ്മിച്ചുകൊണ്ട് തുറന്നിടാൻ പാടില്ലെന്നാണ്. ഈ ഭാഗം ഒഴിച്ചുകൊണ്ട് ദർശനത്തിന് അഭിമുഖമായിട്ട് നമുക്ക് നമ്മുടെ വഴിയുടെ രീതിയിൽ ക്രമീകരിച്ചു കൊണ്ട് നമുക്ക് കാർ പോർച്ചുകൾ നിർമ്മിക്കാം. അപ്പം ഇത് കാർ പോർച്ചുകളൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിർമ്മിക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് കാർ പോർച്ച് നിർമ്മിക്കുന്നത് ഇതേ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കത് ഗ്രഹത്തിൽ നിന്ന് വാസ്തുമണ്ഡലത്തിന് വെളിയിലോട്ടോ അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിനകത്തോട്ട് നിർമ്മിക്കുന്ന കാർ പോർച്ചുകൾ ഉത്തമ സ്ഥാനത്ത് നിർമ്മിക്കുകയും വേണം. അപ്പോൾ നമുക്ക് തെക്ക് ദർശനമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗങ്ങളിൽ നമുക്ക് കന്നിമൂല ഭാഗത്തേ ഉള്ളൂ കാർ പോർച്ചിൻ്റെ സ്ഥലമെങ്കിൽ ആ ഗ്രഹം വിട്ട് നമ്മൾ കാർ പോർച്ച് നിർമ്മിച്ച് നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ദോഷങ്ങൾ ബാധകമല്ല. അപ്പോൾ ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ കാർ പോർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കേണ്ടത്. അപ്പം ഇനിയും നമുക്ക് അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. അതുവരെ നമസ്തേ.